എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. T20 ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യ നാളെ അഫ്ഗാനിസ്ഥാനെ നേരിടും. 2024 ലോകകപ്പിൽ ഇന്ത്യ ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല. അയർലൻഡിനെതിരായ വിജയത്തോടെയാണ് അവർ ടൂർണമെന്റ് ആരംഭിച്ചത്. തുടർന്നുള്ള 2 മത്സരങ്ങളിൽ പാകിസ്ഥാനെയും USA-യും പരാജയപ്പെടുത്തി. കാനഡയ്ക്കെതിരായ ഇന്ത്യയുടെ അവസാന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. അങ്ങനെ മെൻ ഇൻ ബ്ലൂ ഗ്രൂപ്പ് എയിൽ ഒന്നാമതെത്തിയാണ് സൂപ്പർ 8ലേക്ക് യോഗ്യത നേടിയത്. സൂപ്പർ 8ൽ ഗ്രൂപ്പ് 1ൽ ഓസ്ട്രേലിയ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവയ്ക്കൊപ്പമാണ് ഇന്ത്യ ഉള്ളത്. നാളെ ബാർബോസിലെ ബ്രിഡ്ജ് ടൗണിലെ കെൻസിംഗ്ടൺ ഓവലിലാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടുക. രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ടീം ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിലാണ് ഉള്ളത്. അമേരിക്കയിൽ നടന്ന മത്സരങ്ങളിൽ ഫാസ്റ്റ് ബൗളർമാർ എല്ലാവരും ആധിപത്യം പുലർത്തിയിരുന്നു. എന്നാൽ ബാറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും ഒരേ പ്ലേയിങ് 11 വെച്ച് കളിച്ച ഇന്ത്യ അഫ്ഗാനുമായിട്ടുള്ള മത്സരത്തിൽ വമ്പൻ മാറ്റങ്ങളുമായിട്ടാണ് ഇറങ്ങുക. ബാർബഡോസിൽ കുൽദീപ് യാദവ് ടീം ഇന്ത്യക്ക് ഒരു ആയുധമാകും. അതുകൊണ്ട് തന്നെ കുൽദീപ് യാദവിനെ കളിപ്പിക്കുമെന്ന് ഉറപ്പാണ്. അർഷ്ദീപ് സിംഗിന് പകരമാണ് കുൽദീപ് പ്ലേയിങ് 11ൽ ഇടം പിടിച്ചത്. കൂടാതെ വിരാട് കോഹ്ലി ഓപ്പണറായി ഒട്ടും തന്നെ ഫോമിൽ അല്ലാത്തതിനാൽ വിരാടിന് പകരം SV ജയ്സ്വാളിനെ ടീമിൽ ഉൾപ്പെടുത്തും. ജഡേജ മികച്ച ഫോമിൽ അല്ലെങ്കിലും പ്ലേയിങ് 11ൽ ജഡേജ ഉണ്ടാകും. എന്നാൽ ശിവം ദുബെയ്ക്ക് പകരം ഇന്ത്യ മലയാളി താരം സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്തും. ഇനി നമുക്ക് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിങ് 11 ഒന്ന് വിശദമായി പരിശോധിക്കാം. മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും ചേർന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. 1 ഡൗണായി ഋഷഭ് പന്ത് ഇറങ്ങും. 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് എത്തുമ്പോൾ 5-ാമനായി സഞ്ജു സാംസൺ എത്തും. 6-ാം നമ്പറിലായി ഹാർദിക് പാണ്ഡ്യയും 7-ാമനായി രവീന്ദ്ര ജഡേജയും എത്തും. ഇനി ബൗളിംഗ് നിരയിലേക്ക് വന്നാൽ സ്പിന്നിൽ ജഡേജ, കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ എന്നിവരും പേസ് നിരയിൽ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ഹാർദിക് പാണ്ഡ്യ എന്നിവരും ഉണ്ടാകും. കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ അഫ്ഗാനുമായിട്ടും മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിൽ വിജയിച്ച് ശുഭപ്രതീക്ഷയുടെ സൂപ്പർ 8 പോരാട്ടങ്ങൾ തുടങ്ങാൻ ആണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.